ഹലോ എവരിവൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു ഏർലി മോർണിംഗ് റൂട്ടീൻ വീഡിയോ ആണ് കേട്ടോ. ഞാൻ പൊതുവെ അങ്ങനെ നേരത്തെ എനിക്കൊന്നും ഒരാളൊന്നും ആയിരുന്നില്ല കേട്ടോ. നേരത്തെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ കുറച്ചിടെയായിട്ട് എനിക്ക് എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യാൻ തീരെ പറ്റാതായപ്പോഴാണ് ഞാനിപ്പോൾ നേരത്തെ എനിക്കാൻ തുടങ്ങിയത് കേട്ടോ. ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ഓക്കെ കേട്ടോ. അപ്പം മനസ്സ് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് എല്ലാ കാര്യങ്ങളും സാധിക്കും കേട്ടോ. അതിനുള്ള പെർഫെക്റ്റ് എക്സാമ്പിൾ ഞാൻ തന്നെയാണ് കേട്ടോ. എണീറ്റതിന് ശേഷം ഞാൻ ആദ്യം തന്നെ എൻ്റെ ബെഡൊക്കെ ശരിയാക്കി കേട്ടോ. അതിനുശേഷം ഞാൻ എൻ്റെ മോർണിംഗ് സ്കിൻ കെയർ റുട്ടീൻ ചെയ്യാം കേട്ടോ. സിമ്പിളായിട്ടുള്ള റുട്ടീനാണ്. ഞാൻ സെറ്റഫിലിൻ്റെ ക്ലെൻസർ വെച്ച് ഫേസ് വാഷ് ചെയ്യും. പിന്നെ ഞാനിവിടെ യൂസ് ചെയ്യുന്ന ഹാലറോണിൻ്റെ സിറമാണ് കേട്ടോ. ഹാലറോണിൻ്റെ ഫേസ് സിറം ഉണ്ട്, ഐ സിറം ഉണ്ട്. അത് രണ്ടും അപ്ലൈ ചെയ്തതിന് ശേഷം ഞാൻ സെറ്റഫിലിൻ്റെ തന്നെ മോയ്സ്ചറൈസറും യൂസ് ചെയ്യും. അത്രയും ഞാൻ ചെയ്യാറുള്ളൂ കേട്ടോ. കാലത്ത് സിമ്പിളായിട്ട് എൻ്റെ ഭയങ്കര ഡ്രൈ സ്കിന്നാണ്. അപ്പോൾ ഞാൻ അത്രേ ചെയ്യാറുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞാൽ ഞാൻ നേരെ കിച്ചണിലോട്ടാണ് വരാം. കിച്ചണിൽ തലേന്ന് തന്നെ നല്ലോണം വൃത്തിയാക്കിയിടും. കാരണം കാലത്ത് തന്നെ കിച്ചൺ ഇങ്ങനെ നല്ല വൃത്തിയിൽ കിടക്കണം, കാണാൻ തന്നെ നല്ലൊരു ഐശ്വര്യമാണ്. അല്ലെങ്കിൽ നമുക്കൊരു മൂഡ് ഉണ്ടാവില്ല കിച്ചണിൽ വരാനായിട്ട്. അതിനുശേഷം ഞാൻ ഈ ഒരു ലെമൺ ഡ്രിങ്ക് ആട്ടോ കുടിക്കാറ്. ഇത് നല്ലൊരു ഡീടോക്സ് ഡ്രിങ്ക് ആണ്. ഇത് ശരിക്കും ചൂടുവെള്ളത്തിൽ കുടിക്കുന്നതാണ് നല്ലത്. ഞാൻ പക്ഷേ ചൂടുവെള്ളം യൂസ് ചെയ്തിട്ടുള്ള നോർമൽ വെള്ളം തന്നെയാണ് ഒഴിച്ചിട്ട് കുടിക്കുന്നത്. ഞാൻ മുന്നൊക്കെ ABC ജ്യൂസ് ആയിരുന്നു കേട്ടോ ഒരിടയ്ക്ക് കുടിച്ചിരുന്നത്. ഞാൻ ഇടയ്ക്ക് എൻ്റെ റുട്ടീൻ മാറ്റാറുണ്ട്. ഇപ്പം ഞാൻ ഇതാണ് കുടിക്കുന്നത്. നിങ്ങളിത് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഷുഗർ ഇല്ലാതെ കുടിക്കണതായിരിക്കും കേട്ടോ ഏറ്റവും നല്ലത്. പിന്നെ വീടൊക്കെ ഒന്ന് അടിച്ചിട്ടു. ഡെയിലി അടിച്ചു വരാറുണ്ട്. അതിന് അടിച്ചതിന് ശേഷം ഇന്ന് ഞാനൊന്ന് തുടയ്ക്കും കൂടെ ചെയ്തു. അതിന് ശേഷം വിളക്ക് വെച്ചിട്ടാട്ടോ പിന്നെ ദിവസം തുടങ്ങാറ്. കുളിയൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഉറക്കപ്പിച്ചൊക്കെ പോയി നല്ലൊരു പോസിറ്റീവ് എനർജി ഉണ്ടാവും കേട്ടോ. അതിനുശേഷം ഞാൻ അതേ കുളിക്കാനുള്ള പരിപാടികൾ നോക്കിയിട്ട് തലയിൽ നല്ലോണം ഓയിലിട്ടു. ഞാൻ ഈ നീലബൃങ്കാതിയുടെ ഓയിലാട്ടോ കോട്ടയ്ക്കലിൽ യൂസ് ചെയ്യണത്. ഒരിടയ്ക്ക് എനിക്ക് ഭയങ്കര ഹെയർ ഫാൾ ഉണ്ടായിരുന്നു. എനിക്ക് അയൺ ഡെഫിഷ്യൻസി വന്നപ്പോൾ ഭയങ്കരമായിട്ട് മുടി കൊഴിഞ്ഞു. അതിനുശേഷം ഈ ഓയിലാണ് യൂസ് ചെയ്യണത്. ഇപ്പം ഇത്തിരി തിക്നെസ്സൊക്കെ ആയിട്ടുണ്ട് കേട്ടോ, കുഴപ്പമില്ല. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് ഇറങ്ങി. തലയിലാണെങ്കിൽ ഇപ്പോഴും വെള്ളമുണ്ട്. അപ്പം ഞാൻ നല്ലോണം അതൊക്കെ തോർത്തിയെടുത്തതിന് ശേഷം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് വന്ന്. ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ ജസ്റ്റ് ബ്രെഡും പാലും മാത്രമായിട്ടോ എടുക്കുന്നത്. ബ്രെഡിൻ്റെ ഉള്ളിൽ ഞാൻ ജാം മാത്രം സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ. ബ്രെഡും പാലും, ഇതാണ് ബ്രേക്ക്ഫാസ്റ്റ്. അതിനുശേഷം ഞാൻ എൻ്റെ വിളക്കെടുത്തു കേട്ടോ. വിളക്കെടുത്ത് കഴുകി വെച്ച് കൊണ്ടുവന്നതാണ്. അതിനുശേഷം ഞാൻ എണ്ണ ഒഴിച്ച് കൊടുത്തു. എൻ്റെ കയ്യിലുള്ള ഇത്തിരി നീളം കൂടിയ തിരിയായിരുന്നു. വിളക്ക് വളരെ ചെറുതായതുകൊണ്ട് തിരിക്ക് നീളം വളരെ കൂടുതൽ പോലെ തോന്നി. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ചുറ്റി വെച്ചതിന് ശേഷം അത് കത്തിച്ചു കൊടുത്തു. തിരിയൊക്കെ ഒന്ന് ജസ്റ്റ് ഒതുക്കി വെച്ചതിന് ശേഷം ഞാനത് അവിടെ കൊണ്ടുവച്ചു കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ ലഞ്ചിനുള്ള പരിപാടി തുടങ്ങിയിട്ട്. കാരണം നേരെ ഇങ്ങനെ പോയോണ്ടിരിക്കുകയാണ്. ഉച്ചവരായപ്പോൾ ഭക്ഷണം ആയിട്ടില്ല. അപ്പോൾ ഞാൻ ചോറ് ഞാൻ കുക്കറിലാട്ടോ വയ്ക്കാറ്. കലത്തിൽ വെക്കുന്ന പോലെ നല്ല ചോറായിട്ട് കിട്ടാറ് ഞാൻ എന്നും കുക്കറിലാണ് വയ്ക്കാറ്. ആവശ്യത്തിന് വേവാകുമ്പോൾ ഇറക്കിയിട്ട് നല്ലോണം വെള്ളം ഒഴിച്ച് ഊറ്റിയാൽ നല്ല ചോറാവും കേട്ടോ. പിന്നെ കറിക്ക് ഞാൻ പരിപ്പ് കറിയും പിന്നെ ചീരയാട്ടോ വയ്ക്കാൻ വിചാരിക്കണത്. ചീര നിങ്ങൾ കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ. നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. അത് നല്ലൊരു ഫുഡാണ്. വീക്കിലി ഒരു ദിവസം നിങ്ങൾക്ക് അത് കഴിക്കാം. ഇന്ന് എനിക്ക് ഈ ഒരു ചുവപ്പ് ചീരയാണ് കിട്ടിയത്. ഇത് പക്ഷേ കറി വെച്ച് വരുമ്പോൾ പച്ച കളറാവും കേട്ടോ. അതെന്താണെന്ന് എനിക്കറിയില്ല. ഞാൻ എപ്പോഴും അതായത് എന്തുകൊണ്ടാണാവോ ഈ റെഡ് കളറിലായിരിക്കും മേടിക്കുമ്പോൾ, പക്ഷേ കറി വെച്ച് വരുന്ന കഴിയുമ്പോൾ ഇതുപോലെ പച്ച കളറിലാവും. അങ്ങനെ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഉപ്പ് ഇത്തിരി കുറവായിരുന്നു. അല്ലെങ്കിൽ ഉപ്പിൻ്റെ കണക്കിൽ എനിക്ക് എപ്പോഴും തെറ്റും കേട്ടോ. ഒന്നല്ലെങ്കിൽ ഉപ്പ് കൂടി നിൽക്കും, അപ്പോൾ അല്ലെങ്കിൽ കുറഞ്ഞ് നിൽക്കും, അങ്ങനെയാണ്. അതിനുശേഷം ഞാൻ ഈ പരിപ്പിനെ പെട്ടെന്ന് തന്നെ കാച്ചെടുത്തു. കാരണം ഉച്ച സമയം ആവാറായി, ഭക്ഷണത്തിൻ്റെ സമയമായി. അതുകൊണ്ട് ഞാൻ വേഗം തന്നെ കറി പ്രിപ്പയർ ചെയ്ത് വെച്ചു. ഇനി നേരെ ഫുഡ് കഴിക്കണം. അത് കഴിഞ്ഞ് എനിക്ക് കുറച്ച് വർക്കും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതേ ഫുഡ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഒരു കോഴ്സിന് ജോയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം കൂടി ആയതുകൊണ്ടാണ് എനിക്കിപ്പോൾ സമയം കിട്ടില്ല എന്ന് പറയണത്. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞാൻ നേരെ ചെയ്യാനിരുന്നു. അപ്പോൾ ഞാൻ ബേസിക്കലി സിവിലാട്ടോ പഠിച്ചത്, സിവിൽ എഞ്ചിനീയറിങ്. അപ്പോൾ അതിൻ്റെ ഒരു കോഴ്സാണ് ഞാൻ ഇപ്പോൾ ചെയ്യുന്ന, എസ്റ്റിമേഷൻ്റെ. അപ്പോൾ കുറേ നാളെ ഞാൻ വർക്ക് ചെയ്തിട്ടില്ല, വർക്ക് ബ്രേക്കായിരുന്നു. അപ്പോൾ അതൊന്ന് വാമപ്പ് ചെയ്തെടുക്കാൻ വേണ്ടി ചെയ്ത കോഴ്സാണ്. അപ്പോൾ അതിന് കുറേ അസൈൻമെൻറ്റൊക്കെ ഉണ്ട് ഇപ്പോൾ. അപ്പോൾ അതും യൂട്യൂബും വീട്ടിലെ കാര്യവും എല്ലാം കൂടെ നടക്കാറില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ പുതിയ റുട്ടീനൊക്കെ തുടങ്ങിയത്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ പുതിയ കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ടെങ്കിൽ നിങ്ങളും മടി പിടിക്കാതെ എല്ലാം സ്റ്റാർട്ട് ചെയ്യുക. നിങ്ങളെക്കൊണ്ട് മനസ്സ് വെച്ചാൽ എല്ലാ കാര്യങ്ങളും നടക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു നോട്ടിൽ ഞാൻ വീഡിയോ നിർത്താണ്. അപ്പോൾ എല്ലാവരും ഹെൽത്തി ആയിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക, സ്ട്രോങ് ആയിട്ടിരിക്കുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ ബൈ.